അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദൂതന്മാരെ അയച്ചതും അവർക്ക് വേദഗ്രന്ഥങ്ങൾ നൽകിയതും എന്തിനു വേണ്ടിയാണ്? അതിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ഹദീദ് 25-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത്ത് വ അൻസൽനാ മഅഹും അൽ കിതാബ വൽ മീസാൻ ലിയഖൂമൻ നാസു ബിൽ ഖിസ്ത്. തീർച്ചയായും വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി നമ്മുടെ ദൂതന്മാരെ നാം അയക്കുകയുണ്ടായി. അവരോടൊപ്പം വേദഗ്രന്ഥവും തുലാസും നാം ഇറക്കിക്കൊടുക്കുകയും ചെയ്തു. ജനങ്ങൾ നീതിപൂർവം നിലകൊള്ളുവാൻ വേണ്ടിയത്രേ അത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂതരെ അയച്ചു. അവർക്ക് വേദഗ്രന്ഥങ്ങളും നൽകി തുലാസും അഥവാ നീതിയും ഇറക്കിക്കൊടുത്തു. ഇതെന്തിനാണ്? ജനങ്ങൾ നീതിയിൽ നിലകൊള്ളുവാൻ. ഈ വചനത്തിന്റെ വ്യാഖ്യാനമായ ഒരു പ്രഗത്ഭ പണ്ഡിതൻ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: അല്ലാഹു ദൂതന്മാരെ അയച്ചതും അവർക്ക് വേദഗ്രന്ഥങ്ങൾ ഇറക്കിയതും നീതി ഇറക്കിയതും ലിയഖൂമൻ നാസു ഫിദ്ദീനി വദ്ദുനിയ ബിൽ ഖിസ്ത്, ജനങ്ങൾ മതത്തിലും ഈ ലോകത്തും നീതിയിൽ നിലകൊള്ളുവാൻ വേണ്ടിയാണ്. ബിൽ അദ്ലി ഫി ഹഖില്ല വഫി ഹഖിൽ ഇബാദ്, അല്ലാഹുവോടുള്ള ബാധ്യതയിലും സൃഷ്ടികളോടുള്ള ബാധ്യതകളിലും നീതിയിൽ നിലകൊള്ളുവാൻ. ഫമാഹുവൽ അദ്ലു ഫി ഹഖില്ല, അള്ളാഹുവിനോടുള്ള കടമയിലെ നീതി എന്താണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ഹദീസിലുണ്ട്. അവിടുന്ന് ചോദിച്ചു: ഓ മുആദ്, അത്തദ്രി മാ ഹഖുല്ലാഹി അലൽ ഇബാദ് വമാ ഹഖുൽ ഇബാദി അലല്ലാഹ്, അടിമകൾക്ക് അള്ളാഹുവിനോടുള്ള കടമ എന്താണ്? അടിമകളോട് അള്ളാഹുവിന്റെ കടമ എന്താണ് എന്ന് താങ്കൾക്കറിയുമോ? അദ്ദേഹം പറഞ്ഞു: അറിയില്ല, അള്ളാഹുവും അവന്റെ ദൂതനുമാണ് കൂടുതൽ അറിയുന്നവർ. അപ്പോൾ അവിടുന്ന് പറഞ്ഞു: ഹഖുല്ലാഹി അലൽ ഇബാദ് അൻ യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ശൈഅ, അടിമകൾക്ക് അള്ളാഹുവിനോടുള്ള കടമ അവർ അവനെ മാത്രം ആരാധിക്കുക, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക എന്നതാണ്. ഇതാണല്ലോ ഏറ്റവും വലിയ നീതി. എന്നാൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ അക്രമം, അനീതി അവനിൽ പങ്കു ചേർക്കുക എന്നതാണ്. ഇന്ന് അള്ളാഹുവിനോടുള്ള കടമ നിർവഹിക്കുന്ന കാര്യത്തിൽ മനുഷ്യരിൽ സിംഹഭാഗവും വ്യതിചലിച്ചിരിക്കുന്നു. അജ്ഞാനകാലത്തെ ബഹുദൈവാരാധകരെ ബഹുദൂരം പിന്നിലാക്കിയിരിക്കുന്നു. സൃഷ്ടിപ്പും ലോകത്തിന്റെ നിയന്ത്രണവുമെല്ലാം അള്ളാഹു മാത്രമാണ് നിർവഹിക്കുന്നത് എന്ന് അവർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ ഇന്ന് അതിലും ചിലർക്ക് ഗുരുതരമായ പിഴവ് സംഭവിച്ചിരിക്കുന്നു. വ ഹഖുൽ ഇബാദ് അലല്ലാഹ് അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രികു ബിഹി ശൈഅ, അള്ളാഹുവിന് അടിമകളോടുള്ള കടമ അവനിൽ യാതൊന്നിനെയും പങ്കുചേർക്കാത്തവരെ ശിക്ഷിക്കാതിരിക്കുക എന്നതുമാണ്. ഇനി ഈ വചനത്തിൽ ഒരു പദം ശ്രദ്ധിക്കുക: ലിയഖൂമൻ നാസു ബിൽ ഖിസ്ത് എന്നാണ് റബ്ബ് സുബ്ഹാനഹു തആല പറഞ്ഞത്. ജനങ്ങൾ നീതിയിൽ നിലകൊള്ളാൻ എന്നാണ്. സത്യവിശ്വാസികൾ, മോമിനുകൾ, മുസ്ലിങ്ങൾ എന്നല്ല, അന്നാസ് ജനങ്ങൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും ഈ ലോകത്ത് പൂർണ്ണമായ നിർഭയത്വവും നീതിയും ലഭിക്കുന്നതാണ്. അവിടെ കറുത്തവനെന്നോ വെളുത്തവനെന്നോ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ ഭരണാധികാരികളെന്നോ ഭരണീയരെന്നോ വ്യത്യാസമില്ല. നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ്. അതിന്റെ പ്രാവർത്തിക രൂപം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുലഫാ റാഷിദുകളും മറ്റും ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അന്ധവിശ്വാസങ്ങൾ, അക്രമങ്ങൾ, അനീതികൾ, കൊലപാതകങ്ങൾ, സ്ത്രീകൾക്ക് നേരെയുള്ള കയ്യേറ്റങ്ങൾ, കൊള്ള, പലിശ, കൈക്കൂലി, സ്വജനപക്ഷപാതിത്വം, അങ്ങനെ തുടങ്ങിയ അനേകം ആദർശ, സാമൂഹിക, സാംസ്കാരിക, കൊള്ളക്കൊടുക്ക് മേഖലകളിൽ മനുഷ്യർ നേരിടുന്ന സകലമാന പ്രശ്നങ്ങളും ഇസ്ലാം ഇല്ലായ്മ ചെയ്തു. എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരമായ മഹത്തായ ദീനുൽ ഇസ്ലാമിനെ ജനം യഥാവിധി മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എന്നാഗ്രഹിച്ചു പോകുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ വർഷിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.